വീട്ടിൽ ആരൊക്കെയുണ്ട്? എൻ്റെ വീട്ടില് അച്ഛൻ, അമ്മ, എനിക്ക് 3 സിസ്റ്റേഴ്സ്, ഞാൻ 4ാമത്തെ മകനാണ്. അവരൊക്കെ മൂത്തത്. അവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞു, മക്കളുകളൊക്കെ ആയി. ഞാൻ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ആഗ്രഹമുള്ളതുകൊണ്ട് കല്യാണം കഴിക്കുന്നില്ല, ബാച്ചിലറായി പോകുന്നു. അല്ല, കല്യാണത്തെ പറ്റിയിട്ട് ഇപ്പൊ ചിന്തിക്കുന്നില്ല. കാരണം എനിക്ക് ഒരു ലക്ഷ്യം, അതെ, എനിക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള പരക്കം പാച്ചിലാണ്. ചാലക്കുടിയും നാടൻ പാട്ടും തമ്മിൽ എന്താണ് ഇത്ര ബന്ധം? ഒരു നാടൻ പ്രദേശവും നാടുമായി ഒരുപാട് നാടൻ പ്രദേശങ്ങളുണ്ടല്ലോ. എന്നാലും നാടൻ പാട്ടിന്റെ ഒരു എന്താണ് ഒരു ഇപ്പൊ ഞാൻ 2-3 മാസം മുമ്പ് അവിടെ ഒരു പ്രോഗ്രാം ചെയ്തു. പക്ഷെ ഞാൻ വിചാരിച്ചു എൻ്റെ ആയിരിക്കും ആദ്യത്തെ പ്രോഗ്രാം, എൻ്റെ അവസാനത്തെ പ്രോഗ്രാമാണ്, 10ാമത്തെ ആയിരുന്നു. പക്ഷെ 9 ഷോയും നാടൻ പാട്ടായിരുന്നു. ശരി. അപ്പൊ എന്താണ് ഇത്ര നാടൻ പാട്ടിനോടുള്ള ഭ്രമം? നാടൻ പാട്ടിനെ ജനകീയമാക്കി തന്നെ മണിച്ചേട്ടനാണ്. ആണ്. മാത്രമല്ല മണി പാടുന്നതിന്റെ ഒരു ശൈലിയുണ്ട്. അതെ അതെ. അത് ഞങ്ങൾ പാടുമ്പോൾ വേറൊരു സ്റ്റൈൽ വരും പാട്ടുകാർ. പക്ഷെ അത് അദ്ദേഹത്തിൻ്റെതായിട്ടൊരു ശൈലിയുണ്ട്. മാത്രമല്ല ശ്രുതി ശുദ്ധമാണ്. ഞാൻ എൻ്റെ പാട്ടുകളൊക്കെ മണിയെ കൊണ്ട് പാടിച്ചിട്ടുണ്ട്. ഒരു പ്രശ്നമല്ല, വന്ന് പാടിയിട്ട് പോകും, ക്ലീൻ ആയിരിക്കും. ഈ പാട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ചാലക്കുടിയിലെ എൻ്റെ ഒരു സുഹൃത്തുണ്ട് അജിയുടെ ഒരു സ്റ്റുഡിയോ. അവിടെ മണിച്ചേട്ടൻ്റെ ഒരുവിധപ്പെട്ട കാസറ്റുകളൊക്കെ അവിടെയായിരുന്നു റെക്കോർഡിംഗ് ആയിരുന്നു. അപ്പോൾ അജിയോട് ആവശ്യം ചോദിച്ചു ഞാൻ, ചേട്ടാ ഇങ്ങനെ മണിച്ചേട്ടനോട് പാടാൻ വരുമ്പോൾ എങ്ങനെയാണ് എക്സ്പീരിയൻസ്? ഞാൻ ചോദിച്ചു. ഒന്നുമില്ലടാ, ആൾ ചിരിച്ച് വരും, ചിരിച്ച് വന്ന് ചിരിച്ച് പാടിപ്പോവും. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അജി 1 മണിക്കൂറത്തെ റെൻ്റ് ഉണ്ടാവുമല്ലോ. ഒരു മണിക്കൂറത്തെ റെൻ്റ് എന്ന് പറഞ്ഞാൽ അന്നൊരു 300 സംതിങ് ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ 10-20 പാട്ടൊക്കെ ആയിട്ടേക്കും വരുന്നത്. അപ്പോൾ അജി ചിന്തിക്കുക, അന്ന് കുറച്ച് കാശുണ്ടാക്കാം, എന്തായാലും ടേക്ക് എടുക്കേണ്ടി വരുമ്പോൾ 1 മണിക്കൂർ വെച്ച് ഇത് ടേക്ക് എടുത്ത് 300 കണക്ക് കൂട്ടി പേനൊക്കെ വെച്ച് റെഡിയാക്കി ആള് കണക്കൊക്കെ എഴുതി വെച്ചു. മണിച്ചേട്ടൻ വന്ന് 20 പാട്ട് കറക്റ്റ് 1 മണിക്കൂർ കൊണ്ട് പാടി തീർത്തു. 20 പാട്ട് 1-2 മണിക്കൂർ കൊണ്ട് പാടി ആള് ചിരിച്ചിറങ്ങി പാടി ഇറങ്ങിപ്പോയി അജി തലയിൽ കൈ വെച്ചിട്ട്, ദൈവമേ ഞാനങ്ങനെ സ്റ്റുഡിയോ റെന്റ് അടയ്ക്കും. മാത്രമല്ല മണിക്ക് നല്ല നല്ല ആരോഗ്യമായിരുന്നു. അയ്യോ, കാരണം എന്നെയൊക്കെ ഇങ്ങനെ ചിലപ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ പഠിച്ചേട്ടൻ്റെ ഒരു ആശാനുണ്ട്. ആശാൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രായമുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ കാണാനായിട്ട് പോയി കഴിഞ്ഞപ്പോൾ അവിടെ വെച്ചിട്ട് ഞാൻ അന്ന് സ്റ്റുഡിയോന്ന് വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ മണിച്ചേട്ടനെ കാണാൻ വേണ്ടിയിട്ട് ചെന്ന് കഴിഞ്ഞ്, മണിച്ചേട്ടൻ അവിടെ ഇരിക്കുക, നല്ല നല്ല ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ നല്ല ഉരുക്കാട്ടായിട്ട് ഇരിക്കുകയാണ്. മണിച്ചേട്ടാ ഞാൻ ഷെയ്ക്കിൻ്റെ വന്നു കഴിഞ്ഞപ്പോൾ പിണ്ണാക്ക് വേറെ എണ്ണ വേറെ എന്നുള്ള രീതിയിലായിപ്പോയി. എനിക്കിതിട്ട് ഊരാനും പറ്റണില്ല. ഭയങ്കര നല്ല ആരോഗ്യമാണ്. കാരണം ഞാനത് എനിക്ക് ഇതുപോലെ ഒന്ന് കിട്ടി. അപ്പൊ അതിനുശേഷം അന്ന് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് മോതിരം ഉണ്ടായിരുന്നു. അപ്പൊ ഈ മോതിരം കൂടി ഇട്ട് പിടിക്കുമ്പോഴത്തേക്ക് പിണ്ണാക്കും എന്താണ് എണ്ണയൊന്നല്ല, 7 നിറങ്ങൾ കാണും നമ്മള്. അല്ല, വേറൊരു കാര്യം കൂടെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ആളറിയണമെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് തുറന്നു നോക്കണ്ട, ഷെയ്ക്കിൻ തന്നാ മതി. അതൊരു ഏറ്റവും സിമ്പിള്. ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് ഈ കോവിഡിന്റെ പ്രോബ്ലംസും പിന്നെ അതുപോലെ തന്നെ അതിന് നമുക്ക് എവിടെയാ സമയം, ഒരു വെള്ളപ്പൊക്കത്തുമ്പോ തുടങ്ങിയതാണിത്. ഇത് ഒരു 3 വർഷം പിന്നെ അത് 6 വർഷം എല്ലാം കൂടി കണക്ക് കൂട്ടി വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ശബരിമലയിലെ പാട്ടുകൾ അധികം ഇറങ്ങിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്ന സോങ്സുകൾ. പക്ഷെ അതിനിടയ്ക്ക് ഒരു സോങ് എനിക്ക് പാടാനായിട്ട് സാധിച്ചു. അത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. പിന്നെ അതുപോലെ തന്നെ പണ്ട് മുതലേ തന്നെ ഞാൻ ചിന്തുപാട്ടുകൾക്കും ഒക്കെ പോയിട്ടുണ്ട്. ചിന്തുപാട്ടുകളൊക്കെ പോകാറുണ്ട് ഗ്രൂപ്പായിട്ടല്ലേ. അന്നത്തെ ആ സമയത്ത് ഒരു 7ാം ക്ലാസ് 5ാം ക്ലാസ് പഠിക്കുന്ന സമയത്തൊക്കെ അന്നത്തെ പാട്ടുകൾ ഇപ്പോഴും ഓർമ്മയുണ്ട്. ശങ്കര ശിവനന്ദന ശബരിമലവാസവ ശരണം ഞങ്ങൾ കേകണേ, ശിവസുതനേ ശരണം ഞങ്ങൾ കേകണേ, വീരമണി കണ്ഠനെ കണ്ഠനയ വീരനെ ശരണം ഞങ്ങൾ കേകണേ, ശിവസുതനേ ശരണം ഞങ്ങൾ കേകണേ. അതുപോലെ തന്നെ ചെന്താമര പൂവിലുദിച്ചവളെ, പൊന്നിൻ മണി വീണ പിടിച്ചവളെ, നാവിൽ വന്നക്ഷരം തന്നവളെ, നാരായണി നീ വരിക നാദം നുകരാൻ തരിക. ചെന്താമര പൂവിലുദിച്ചവളെ, പൊന്നിൻ മണി വീണ പിടിച്ചവളെ, നാവിൽ വന്നക്ഷരം തന്നവളെ, നാരായണി നീ വരിക നാദം നുകരാൻ തരിക. എല്ലാം സൂപ്പറായിട്ടുണ്ട് കേട്ടോ.
ഇതൊക്കെ റിലീസായതാണോ ഇതൊക്കെ? അല്ല, ഇതൊക്കെ പണ്ട് മുതലേ ഉള്ള സോങ്സ് ആണ്. ട്രഡീഷണൽ ആണോ? ട്രഡീഷണൽ ആയിട്ടുള്ള സോങ്സുകളാണ്. പക്ഷെ ഞാൻ പാടിയെന്ന് പറഞ്ഞാൽ അയ്യപ്പൻ്റെ സീസണിലൊരു പാട്ട് ഞാൻ പാടിയിരുന്നു. അതിൻ്റെ ലിറിക്ക് കണ്ണൻ മംഗലത്താണ്. എൻ്റെ സംഗീതം ചെയ്തിരിക്കുന്നു ഷൈജു അവറാൻ. വീരൻ വില്ലാളി വീരൻ സേരോ ശ്രീമണി കണ്ടൻ കാനനവാസനവൻ കാനി പൊന്നൊന്നും നൽകുമിവൻ അന്നൊരവാവരിൻ വാശിയറുത്തിട്ട് ചങ്ങാതിയാക്കിവന എന്നും വാരി പുണരുമയൻ കറുപ്പുടുത്തവറുടുക്കടിക്കണ കാലമാണി മണ്ഡലകാലം സ്വാമി ശരണം ശരണം അമ്പലമുറ്റത്തോരമ്പിളി തെല്ലുപോൽ അംബികാദേവിയൊന്നാശിച്ച സുന്ദര രൂപമെന്നുമേ കാണണമയ്യപ്പ ഞാനും ചന്ദനം ചാർത്തിടാൻ കൂടട്ടെ അയ്യപ്പ ഹരിഹരാനന്ദ ചിത്തനയ്യപ്പ സ്വാമിയെ ശരണം ഹരിഹരാനന്ദ ചിത്തനയ്യപ്പ സ്വാമിയെ ശരണം സ്വാമി ശരണമയ്യപ്പ.